ശ്വേത മിസ്സാണ്. അപ്പോൾ മക്കളെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങ് അടുത്തെത്തി. യെസ്, ഇനി മാത്സ് ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും യെസ് അടിപൊളിയായിട്ട് മാത്സിൽ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാണ് മിസ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആനുവൽ എക്സാം ഒക്കെ വളരെ അടുത്തെത്തുകയാണ്. ഇനി റിവിഷനൊക്കെ ആണല്ലേ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നതിനും ആദ്യമായിട്ട് പഠിക്കുക എന്നുള്ളതിനുപരി നമ്മൾ ഇനി റിവൈസ് ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈലമിത ഓൺലൈൻ റിവിഷൻ ബാച്ചായ യെസ് നമ്മളുടെ ക്രിസ്മസ് ഓഫറിൽ നമ്മുടെ പ്രാണ ബാച്ചിനെ യെസ് റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ വെറും 899 rupeesലാണ് ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം എൻ്റെ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ വേഗം ജോയിൻ ചെയ്യുക. എന്നിട്ട് സെറ്റായിട്ട് നമ്മുടെ എക്സാമിനൊക്കെയുള്ള പ്രിപ്പറേഷനുകൾ റിവിഷൻ ബാച്ചിൽ അടിപൊളിയായി ജോയിൻ ചെയ്ത് അടിപൊളിയായി റിവൈസ് ഒക്കെ ചെയ്ത് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങുക. അതാണ് മിസ്സിൻ്റെ ആഗ്രഹം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണ് എന്ന് നോക്കാം അല്ലേ? യെസ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. 34, 42, 128 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ സംഖ്യകളൊക്കെ 9 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 9 കൊണ്ട് ഈ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരണഫലം അഥവാ കോഷ്യന്റ് ആയിട്ട് കിട്ടുന്ന സംഖ്യകളെ നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. ശിഷ്ടം എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. ഈ ഒരു സംഖ്യകളിൽ ഒരു പ്രത്യേകതയുണ്ട്. റിമൈൻഡർ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ശിഷ്ടമില്ലേ, അഥവാ ശിഷ്ടമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു നമ്പേഴ്സില്ലേ, ഈ നമ്പേഴ്സിനെ യെസ് അക്കത്തുകകൾ നിങ്ങൾ കാണുക. 3+4 ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശിഷ്ടമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 3+4 ചെയ്ത് കഴിഞ്ഞാൽ യെസ് 7 ആണ്. കണ്ടോ, ശിഷ്ടവും ഇവിടെ 7 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്ത നമ്പർ നിങ്ങൾ നോക്കിക്കേ, 42നെ എന്താ ചെയ്തത്, 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കോഷ്യന്റ് 4 ആയിട്ട് കിട്ടി, ഹരണഫലം 4 ആയിട്ട് കിട്ടി, ശിഷ്ടം 6 ആയിട്ട് കിട്ടി. ഇനി 4+2 നിങ്ങൾ ചെയ്ത് നോക്കൂ. 4+2 എത്രയാണ്, 6 ആണ്. കണ്ടോ, ശിഷ്ടവും അക്കത്തുകയും ഒന്നാണ്, സെയിം ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അടുത്ത നമ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കേ, 128 എന്ന് പറഞ്ഞൊരു സംഖ്യ നിങ്ങൾ എടുത്തു നോക്കുക. അതിനെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഹരണഫലം 14ഉം ശിഷ്ടം 2ഉമാണ് അല്ലേ. 1 + 2 + 8 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേടാ. 8 + 2 10, 10 + 1 11. അപ്പൊ 11 വന്നാൽ എന്താ മിസ്റ്റേക്ക് ചെയ്യുക എന്ന് നിങ്ങൾക്കൊരു സംശയം വരരുത്. കാരണം 11നെ 1 + 1 = 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ശിഷ്ടം കണ്ടോ, 2 ആയിട്ട് കിട്ടിയില്ലേ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ ആക്ടിവിറ്റി ആണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നം മാത്രമേ ഉണ്ടാകുള്ളൂ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ 57നെ നമുക്ക് 9 കൊണ്ട് ഹരിച്ചു നോക്കിയാലോ. 57നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് വേഗം കത്തണം, എന്നാലേ എൻ്റെ മക്കൾക്ക് സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 9 × 6 9 × 6 എന്ന് പറയുന്നത് 54, 54 ആണ്. ശിഷ്ടം എത്രയാണിടാ വരിക, 57 - 54 അല്ലെങ്കിൽ 7 - 4 ചെയ്താൽ മതി, 3 കിട്ടും അല്ലേ. അപ്പൊ ഹരണഫലം എന്ന് പറയുന്നത് 6ഉം ശിഷ്ടം എന്ന് പറയുന്നത് 3ഉം. ഇനി എന്താ ചെയ്യേണ്ടത്, 7 + 5 ചെയ്യുക. 7 + 3 എന്ന് പറയുന്നത് 10 ആണ്, +2 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. അപ്പൊ എത്ര കിട്ടുവടാ, 7 + 5 എന്ന് പറയുന്നത് 12 ആണ്. 12നെ നമുക്ക് എന്തൊക്കെ എഴുതാം, 1 + 2 അതെ 3 ആണ്. കണ്ടോ, ശിഷ്ടം 3 വന്നില്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സംഖ്യ ഏതാണ്, 245. 245നെ 245നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 2 × 9 എന്ന് പറയുന്നത് 18 ആണ്. 24 - 18 24ൽ നിന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. ഈ 5നെ താഴെ കൊണ്ടുവരുമ്പോൾ 65. 9 ഗുണം ഏതിലാണ് പോവുക, 9 × 7 ചെയ്താൽ മതിയല്ലേ. 9 × 7 ചെയ്ത് കഴിഞ്ഞാൽ 63 കിട്ടും. മൈനസ് ചെയ്താൽ ശിഷ്ടം 2. സോ ഹരണഫലം എന്ന് പറയുന്നത് 27ഉം ശിഷ്ടം എന്ന് പറയുന്നത് 2ഉം. 2 + 4 + 5 ചെയ്ത് നോക്കണം. 2 + 4 + 5 5 + 4 9 9 + 2 11. 11നെ എന്താക്കി എഴുതാം, 1 + 1 = 2 ആക്കി എഴുതാം. കണ്ടോ, ശിഷ്ടവും അക്കത്തുകയും സെയിം ആയിട്ട് കിട്ടി. ഇനി ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 184 184 ആണ്. 9 കൊണ്ട് ഹരിക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 9 എന്ന് പറയുന്നത് 18 ആണ്. മൈനസ് ചെയ്താൽ ഇവിടെ 0, ഇവിടെ 4 അല്ലേ. ഇവിടെ 0 ടൈംസ് ആണ്. അപ്പോൾ പോവാ. ശിഷ്ടം എന്ന് പറയുന്നത് 4 ആണ്. സോ ഹരണഫലം എന്ന് പറയുന്നത് 20ഉം ശിഷ്ടം എന്ന് പറയുന്നത് 4ഉം. ഇനി അക്കത്തുകകൾ കാണുക. യെസ്, 1 + 8 + 4 ചെയ്താൽ മതി. 8 + 4 12, 12 + 1 13. 13നെ 1 + 3 എന്ന് എഴുതാം, 4. കണ്ടോ, ശിഷ്ടം 4 അക്കത്തുക 4 എന്ന് കിട്ടി. അപ്പൊ ഇത്രയും സിമ്പിളായ ആക്ടിവിറ്റി ആയിരുന്നു ഇത്. അപ്പൊ അടുത്തൊരു വീഡിയോയില് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.